ഹായ് ഓൾ, വെൽക്കം ടു റോട്ടോ ടോക്സ്. അപ്പോൾ ഇന്ന് രോഹിത് ശർമ്മയുടെ റിട്ടയർമെൻറ്റ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് വിരാട് കോഹ്ലിനെ പറ്റിയിട്ടുള്ളത്. ഐ ബട്ടണിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ 500 ലൈക്സാണ് ഇതിലും ടാർഗറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് അറിയിക്കണം. അത് മോശമാണെങ്കിലും നമ്മൾ ബെറ്റർ ആവാണ്ടെങ്കിൽ അതും പറയണം. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കമൻറ്റും കാര്യങ്ങളും അറിയുമ്പോഴാണ് നമ്മൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ കടക്കാം രോഹിത്തിൻ്റെ റിട്ടയർമെൻറ്റിനെ പറ്റിയിട്ട്. രോഹിത് ശർമ്മയും ടെസ്റ്റ് എന്ന് വിരമിക്കുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് ഇന്ത്യക്ക് ഹോമിലുണ്ടായിരുന്ന ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു. അത് ധോണിയുടെ കീഴിലുണ്ടായിരുന്നു, കോഹ്ലിയുടെ കീഴിലും ഉണ്ടായിരുന്നു. കോഹ്ലിയുടെ കീഴിൽ അത് ഭീകരമായിരുന്നു. ധോണിയുടെ കീഴിൽ നമ്മൾ ഇംഗ്ലണ്ടിനെതിരെ ഒരു ടെസ്റ്റ് സീരീസ് നാട്ടിൽ തോറ്റിട്ടുണ്ടായിരുന്നു. പക്ഷേ കോഹ്ലിയുടെ കീഴിലോട്ട് വരുമ്പോൾ കഴിഞ്ഞ 15 വർഷത്തിൽ ഇന്ത്യ, അല്ലെങ്കിൽ കോഹ്ലിയുടെ കീഴിൽ നമ്മൾ ഒരിക്കലും നാട്ടിൽ ടെസ്റ്റ് സീരീസ് തോറ്റിട്ടില്ല. ന്യൂസിലാൻഡിനെതിരെ നമ്മൾ ഒരു ടെസ്റ്റ് സീരീസ് തോറ്റിട്ടില്ല 10-32 വർഷത്തിനിടയ്ക്ക്. പക്ഷേ രോഹിത് ശർമ്മയുടെ അണ്ടറിൽ നമ്മൾ നാട്ടിലൊരു ടെസ്റ്റ് സീരീസ് തോക്കുക ഒരു 10 വർഷത്തിന് ശേഷം, അത് എനിക്ക് തോന്നുന്നു BGTയേക്കാളും നമ്മളെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ടീമിനെ ഹെർട്ട് ചെയ്തത് ന്യൂസിലാൻഡിനെതിരെയുള്ള നാട്ടിലെ ഒരു പരമ്പര തോൽവി തന്നെയായിരിക്കും. അത് ആ ഒരു തോൽവി എനിക്ക് എപ്പോഴും BGTയേക്കാൾ എനിക്ക് എപ്പോഴും തോന്നുന്നത് കുറേ പ്ലേയേഴ്സിൻ്റെ ഒക്കെ സ്ഥാനം തെറിക്കാനുള്ള അവരുടെ ആ ഒരു എന്താ പറയുക, അങ്ങനെ ഇളകുക എന്ന് പറയില്ലേ, സ്ഥാനം ഇളകാൻ കാരണമായിട്ടുള്ളത് ആ ഒരു പരമ്പര തന്നെയാണ്. കാരണം ന്യൂസിലാൻഡ് ഇവിടെ വന്ന് നമ്മുടെ സ്പിൻ അഡ്വാൻറ്റേജ് നമുക്കാണ് ഏത് കാലത്ത്. ഇപ്പോൾ ഗ്രേം സ്വാനും മോണ്ടി പനേസറും ഇംഗ്ലണ്ടിൻ്റെ സ്ക്വാഡിനൊപ്പം വന്നിട്ട് ഇന്ത്യ ഒന്ന് ഡൊമിനേറ്റ് ചെയ്യുന്നല്ലാതെ പിന്നീട് ഓസ്ട്രേലിയ ആയാലും ഇംഗ്ലണ്ട് ആയാലും സൗത്ത് ആഫ്രിക്ക ആയാലും ശ്രീലങ്കയിൽ ആർക്കും ഇന്ത്യനെ ഹോമിൽ ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ആ ഒരു സ്ഥാനത്താണ് താരതമ്യേന അല്പം സ്ട്രെങ്ത് കുറഞ്ഞിട്ടുള്ളൊരു സ്പിൻ സൈഡായിട്ട് വന്നിട്ട് ന്യൂസിലാൻഡ് ഇന്ത്യ നാട്ടിൽ പരമ്പര തൂത്തുവാരി വൈറ്റ് വാഷ് ചെയ്ത് പോകുന്നത്. അതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു രോഹിത് ശർമ്മയുടെ തന്നെ ഒരു സ്ഥാനത്തിന്. കാരണം ഓൾറെഡി അദ്ദേഹം ആസ് എ ബാറ്റർ നല്ല ഫോമിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഈ ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തൊരു ബാറ്ററാണ്. ജയ്സ്വാളായിട്ടുള്ളൊരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ ഒരുപാട് സെഞ്ചുറീസും വന്നു. സെഞ്ചുറീസ് എല്ലാം വിന്നിങ് കോഴ്സിലാണ്. ആസ് എ ബാറ്റർ എന്ന രീതിയിൽ ഒരുപാട് മികച്ച പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈം കഴിഞ്ഞിട്ടാണ് ടെസ്റ്റിലോട്ട് വന്നത്. പിന്നീട് ആ ഒരു ടെസ്റ്റ് എന്നൊരു വിട്ടു നിൽക്കുന്നു. പിന്നെ ഓസ്ട്രേലിയക്കെതിരെയുള്ള ആദ്യ ടെസ്റ്റിലും അദ്ദേഹം ക്യാപ്റ്റനായിട്ട് വന്നില്ല, പ്ലെയറായിട്ട് വന്നില്ല. ആ കളി ഇന്ത്യ ജയിക്കുന്നു. പിന്നീട് ക്യാപ്റ്റനായിട്ടുള്ള കളികളിൽ ഇന്ത്യ തോക്കുന്നു. ആസ് എ ബാറ്റർ എന്ന രീതിയിൽ ഫ്ലോപ്പ് ആവുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി അങ്ങോട്ട് മിക്സായി വന്നപ്പോൾ അദ്ദേഹത്തിന് കാരണം ജസ്റ്റ് സിമ്പിളാണ്. ഞാൻ ക്യാപ്റ്റനില്ലാത്ത കളി ഇന്ത്യ സുന്ദരമായി ജയിക്കുന്നു. പിന്നീട് ഞാൻ ടീമിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ ബാറ്റർ എന്ന നിലയിലും ഫ്ലോപ്പ് ആവുന്നു, ക്യാപ്റ്റൻ എന്ന നിലയിലും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഇത് വന്നപ്പോൾ രോഹിത് ശർമ്മ സ്വാഭാവികമായിട്ടും വിരമിക്കുക എന്നുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് അത്ര ഒരു വിഷമവും. കാരണം അദ്ദേഹം വളരെ കുറച്ച് കാലം ടീമിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഉള്ള കാലത്തിൽ മുഴുവൻ അദ്ദേഹം നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. ഈ ലാസ്റ്റ് 2 സീരീസിലൊഴിച്ച് അതിൽ ഇംഗ്ലണ്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു സെഞ്ചുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു. ആ ഉള്ള കുറച്ച് കാലം വളരെ നല്ല രീതിയിൽ അദ്ദേഹം ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടെസ്റ്റിൽ ഒരു അൺലക്ക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കാരണം ഏകദിനത്തിലായാലും T20-യിലായാലും ആ ഒരു ഓപ്പണിംഗ് സ്ഥാനം അലങ്കരിക്കുമ്പോൾ പോലും ടെസ്റ്റിൽ അദ്ദേഹത്തിന് ആ ഒരു ഓപ്പണിംഗ് റോളിലോട്ട് പലപ്പോഴും പരിഗണിച്ചിട്ടില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, മുരളി വിജയ്, ശിഖർ ധവാൻ, പൃഥ്വി ഷാ, അങ്ങനെ നിരവധി കളിക്കാർ ആ ഒരു ഓപ്പണിംഗ് റോളിൽ വന്ന് പോയിട്ടുണ്ട്. മായങ്ക് അഗർവാൾ, KL രാഹുൽ, അങ്ങനെ. പക്ഷെ അപ്പോഴൊന്നും രോഹിത് ശർമ്മയുടെ പേര് ആ ഒരു പൊസിഷനിലോട്ട് വന്നിട്ടില്ല. അവസാനം എല്ലാം കഴിഞ്ഞ് എല്ലാവരും പരീക്ഷിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം വരുന്നത്. പക്ഷെ കുറച്ച് കാലം അദ്ദേഹം വളരെ മികച്ച കുറേ പെർഫോമൻസുകളും മികച്ച കുറേ മൊമെൻറ്റ്സും തന്നു. ടെസ്റ്റിൽ ക്യാപ്റ്റനായതിനു ശേഷം ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുണ്ടായിരുന്നു, നല്ല രീതിയിൽ എത്തിച്ചു. പക്ഷേ ഒരു ഫൈനലിലോട്ട് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം വിരമിച്ചു. അത് ഒരു എക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാൻ രോഹിത്തിനെ ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു വിരമിക്കലായിരുന്നു. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ കണ്ടുവന്നത് ലാസ്റ്റത്തെ ഒരു കളിയിൽ സെൽഫ്ലെസ് ആയിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ കളിക്കണില്ല, എനിക്ക് പകരം ഞാൻ നിലവിൽ ഫോമല്ല, അതുകൊണ്ട് എനിക്ക് പകരം ഒരു പ്ലെയറിനെ കളിപ്പിച്ചു എന്ന് പറഞ്ഞ് സെൽഫ്ലെസ് ആയിട്ട് ഞാൻ കണ്ടു. ഒരു പക്ഷെ അത് പുള്ളിക്കാരൻ തന്നെ മനസ്സിലായി തുടങ്ങി എന്നുള്ളത് തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് എനിക്ക് ഇനി പറ്റില്ല, അല്ലെങ്കിൽ ഇനി യങ് ചാപ്സ് വരട്ടെ, അല്ലെങ്കിൽ അവരുടെ കളികളൊക്കെ ഇനി മുന്നോട്ട് ഇന്ത്യക്ക് ഗുണമാവട്ടെ എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവും. ആസ് എ ബാറ്റർ നമ്മൾ കോഹ്ലി റിട്ടയർമെൻറ്റ് ചെയ്തു എന്നുള്ള ഞെട്ടൽ ഒരു വശത്തുണ്ട്. രോഹിത് ശർമ്മ റിട്ടയർ അത് നമുക്കറിയായിരുന്നു, എന്തായാലും ഇനിയൊരു ടെസ്റ്റിക്ക് ഒരു ഒന്നും ഇല്ല. സോ കോഹ്ലിയുടെ കാര്യം മാത്രമേ എനിക്കൊരു ആ സമയത്ത് ഒരു ഇതുണ്ടാകുന്നുള്ളൂ. ഞാൻ ശരിക്കും പറഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ് ഫാനാണ്. പിന്നെ കൂട്ടത്തിൽ ഈ രോഹിത്തിൻ്റെ കളികളും കാണാറുണ്ട്. ഞാൻ കണ്ടതിൽ രോഹിത് എനിക്ക് അങ്ങനെ ടെസ്റ്റിനോട് അങ്ങനെ താല്പര്യം തോന്നിയിട്ടില്ല.
പക്ഷെ ടെസ്റ്റിൽ രോഹിത് വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള സ്റ്റാറ്റ്സ് ഉള്ള ഒരു പ്ലെയർ ആണ്. രോഹിത് ശർമ്മ ഫാൻസിനൊക്കെ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ടെസ്റ്റിൽ രോഹിത് ഒരു ബിലോ ആണെന്ന് പറയുന്നത്. കാരണം അദ്ദേഹം നാട്ടിൽ ഹോം കണ്ടീഷൻസിൽ വളരെ കിടലിനായിട്ട് ബാറ്റ് ചെയ്യുന്നൊരു പ്ലെയറാണ്. അതുപോലെ ഓവർസീസിൽ ഇംഗ്ലണ്ടിലായാലും നല്ല സ്റ്റാറ്റ്സ് ഉള്ള ഒരു പ്ലെയറാണ്. നമ്മുടെ കഴിഞ്ഞൊരു 10 വർഷത്തെ നമ്മുടെ ടെസ്റ്റ് ബാറ്റേഴ്സിൻ്റെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ രോഹിത്തിനേക്കാളും മികച്ച സ്റ്റാറ്റ്സ് ഉള്ള ഒരു ബാറ്റർ ഇല്ല ഓപ്പണർ എന്ന രീതിയിൽ. പിന്നെ അങ്ങനെ പറയുമ്പോൾ മുരളി വിജയൊക്കെ ഒരുപാട് കാലം ഇന്ത്യക്ക് ഓപ്പണറായിട്ടുണ്ടായിരുന്ന പ്ലെയറാണ് ടെസ്റ്റിൽ. മുരളി വിജയനേക്കാളും ബെറ്റർ ആയിട്ടുള്ള സ്റ്റാറ്റ്സ് ഉള്ള പ്ലെയറാണ് രോഹിത് ശർമ്മ. അതും ഒരു ചുരുങ്ങിയ കാലത്തിലാണ് അദ്ദേഹം നേടിയെടുക്കുന്നത്. പിന്നീട് ആർക്കും ആ ഒരു ഓപ്പണിംഗ് സ്ഥാനത്ത് ഇപ്പോൾ സച്ചിൻ, സേവാഗ്, ഗംഭീർ ആ ഒരു ലെജൻസ് പടിയിറങ്ങിയതിനു ശേഷം ഈ ഒരു ഓപ്പണിംഗ് സ്ലോട്ട് ഇങ്ങനെയാണ്. പല ആളുകളും വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ലോട്ടാണ്. പൃഥ്വി ഷാനെ പരീക്ഷിക്കുന്നു, മയങ്ക് അഗർവാളിനെ പരീക്ഷിക്കുന്നു, ശിഖർ ധവാൻ കളിക്കുന്നു, ഇപ്പോൾ KL രാഹുൽ കുറച്ചു കാലം കളിക്കുന്നു. പിന്നെ അങ്ങനെ മാറി മാറി ഇപ്പോൾ SSC ജയ്സ്വാൾ വരെ എത്തി നിൽക്കുന്നുണ്ട്. അപ്പം അപ്പുറത്തൊരു പാർട്ട്ണർ ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ ആ ഒരു പൊസിഷനിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അത് അഡാപ്റ്റ് ചെയ്ത് വളരെ നല്ല രീതിക്ക് പെർഫോം ചെയ്ത ഒരാളാണ് രോഹിത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ ഇപ്പോൾ ഞാനൊരു കാണി എന്ന നിലയിൽ എനിക്ക് രോഹിത്തിൻ്റെ ബാറ്റിംഗ് കാണാൻ ഇഷ്ടമാണ്. കാരണം അത്യാവശ്യം അഗ്രസീവായിട്ട് കളിക്കുന്ന ഒരാളാണ്, ബാറ്ററാണ്. അപ്പോൾ ആ ഒരു ഒരു രസകരമായിട്ടുള്ള ആ ഒരു സംഭവം ഇല്ല, ഒരു എറ ആണ് അവസാനിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ട്. എങ്കിൽ പോലും ഞാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു രോഹിത് ശർമ്മ റിട്ടയർമെൻറ്റ്. കാരണം ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു റീസെൻ്റ്ലി 2 സീരീസിലും. അപ്പോൾ രോഹിത്തിൻ്റെ ഇനിയുള്ള ടെസ്റ്റ് സീരീസ് നമുക്കിനി കാണാൻ സാധിക്കില്ല, കഴിഞ്ഞല്ലോ. അപ്പൊ ഇനി ഏകദിനം എന്നുള്ളൊരൊറ്റ ഫോർമാറ്റിൽ മാത്രമാണ് 2026 വേൾഡ് കപ്പ് ലക്ഷ്യം വെച്ച് അപ്പൊ 2027 വേൾഡ് കപ്പ് ലക്ഷ്യം വെച്ച് രോഹിത്തും കോഹ്ലിയും ഏകദിനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരുമിച്ച് യാത്ര തുടങ്ങുകയാണ്.